ഹായ് എവരിവൺ, നമ്മളിപ്പോൾ ഇന്ന് പ്രൊസസ്സേഴ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊരു പുതിയ ഫോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന 2-3 ഫാക്ടേഴ്സാണ് റാം, പ്രൊസസ്സർ, ക്യാമറ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൽ റാം എന്താണ്, അല്ലെങ്കിൽ റാമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഫോണിലെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഐക്കാർഡിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. അത് കാണാത്തവർ അതും കൂടെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്യാമറയെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇനി ചെയ്യുന്നുണ്ട്. ഒരു ക്യാമറ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ ഒരു നല്ല ക്യാമറ ചൂസ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊസസ്സർ എന്താണെന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി പല പ്രൊസസ്സേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ ആയിക്കോട്ടെ, മീഡിയടെക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ A സീരീസ് പ്രൊസസ്സർ, അങ്ങനെ പല പ്രൊസസ്സറെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഈ നാനോമീറ്റർ, അതുപോലെ തന്നെ SOC, ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, എന്താണ് സ്മാർട്ട് ഫോൺ പ്രൊസസ്സേഴ്സ്? അതായത് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ആസ്പെക്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബ്രെയിനാണ് പ്രൊസസ്സർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പം സ്മാർട്ട് ഫോണിലൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുകയാണെങ്കിലോ, ഒരു ഗെയിം കളിക്കുകയാണെങ്കിലോ, ഇതിൻ്റെയൊക്കെ എല്ലാ ടാസ്കുകളും ഓപ്പറേഷൻസും മാനേജ് ചെയ്യുന്നത് ഈ പ്രൊസസ്സേഴ്സാണ്. നമ്മൾ പ്രൊസസ്സേഴ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന കുറച്ച് പ്രൊസസ്സേഴ്സിൻ്റെ പേരുണ്ടാവും. അതായത് ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സേഴ്സ്, ആപ്പിളിൻ്റെ A സീരീസ് പ്രൊസസ്സേഴ്സ്, അതുപോലെ തന്നെ മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി, സാംസങ്ങിൻ്റെ എക്സിനോസ് പ്രൊസസ്സർ, ഗൂഗിളിൻ്റെ ടെൻസർ പ്രൊസസ്സർ. ഇതായിരിക്കും പൊതുവേ ഒരു പ്രൊസസ്സറിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന കുറച്ച് പ്രൊസസ്സേഴ്സിൻ്റെ പേരെന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതെന്നുള്ളതിൻ്റെ ഒരു എല്ലാതിനെ പറ്റിയുള്ളൊരു ബ്രീഫ് ഞാൻ തരാം. അതായത് സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ആൻഡ്രോയിഡിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡിൽ വരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പ്രൊസസ്സർ എന്നുള്ള രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. പലരും സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സറാണ് ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും നല്ല പ്രൊസസ്സർ എന്നുള്ള രീതി വരെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ലാപ്ടോപ്സുകളിലും സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ A സീരീസ് പ്രൊസസ്സേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഐഫോൺസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പ്രൊസസ്സേഴ്സാണ്. അത് ഈ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗണുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സേഴ്സാണ് ആപ്പിളിൻ്റെ A സീരീസ് പ്രൊസസ്സർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി പ്രൊസസ്സേഴ്സാണ്. മീഡിയടെക്കിൻ്റെ പ്രൊസസ്സേഴ്സ് നോർമലി പണ്ടൊക്കെ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ മാത്രം കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊസസ്സേഴ്സാണ്. ഇപ്പോൾ അവർ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മൂന്നുമാണ് ടോപ്പ് 3 പ്രൊസസ്സേഴ്സ് വരുന്നത്. പിന്നെ വരുന്നതാണ് സാംസങ്ങിൻ്റെ എക്സിനോസും ഗൂഗിളിൻ്റെ ടെൻസറും. പേര് രണ്ടാണെങ്കിലും രണ്ടുപേരും ഒരമ്മ പറ്റ മക്കൾ തന്നെ ആണെന്ന് പറയുന്നതാണ് അതിൻ്റെ ശരി. പ്രോസസ്സിങ്ങിൽ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗണിൻ്റെയോ അല്ലെങ്കിൽ മീഡിയടെക്കിൻ്റെയോ A സീരീസ് പ്രൊസസ്സേഴ്സിൻ്റെയോ ഒന്നും അത്ര ഒരു കേപ്പബിലിറ്റി ഇല്ലെങ്കിലും അതും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊസസ്സേഴ്സിൽ ടോപ്പിലായിട്ടുള്ള തന്നെ പ്രൊസസ്സേഴ്സ് തന്നെയാണ്. ഇനി ഈ പ്രൊസസ്സേഴ്സ് എല്ലാം കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസിൻ്റെ കേസിൽ അതിൽ ടോപ്പിൽ വരുന്ന 3 നമ്മുടെ സ്നാപ്ഡ്രാഗണും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ A സീരീസും മീഡിയടെക്കിൻ്റെ പ്രൊസസ്സേഴ്സുമാണ്. എന്ന് വെച്ച് സാംസങ്ങിൻ്റെ എക്സിനോസോ അല്ലെങ്കിൽ ടെൻസറോ മോശമാണെന്നല്ല. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള 3 വെച്ച് നോക്കുമ്പോൾ കുറച്ച് പെർഫോമൻസ് ഇഷ്യൂസ് ടെൻസറിനും എക്സിനോസിനും ഉണ്ട്. അതുപോലെ ബാറ്ററി എഫിഷ്യൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ടോപ്പ് വരുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ A സീരീസും അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സേഴ്സുമാണ്. ബാക്കിയുള്ളത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞാൽ ഒരു ഏതാണ് ടോപ്പിൽ വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഗ്രാഫിക്കൽ പെർഫോമൻസ് എടുക്കുകയാണെങ്കിലും A സീരീസും സ്നാപ്ഡ്രാഗണും മീഡിയടെക്കും തന്നെയാണ് അവിടെയും ടോപ്പിൽ വരുന്നത്. പിന്നെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടെൻസറിന് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് AI പ്രോസസ്സിങ്ങിലാണ്. അതായത് ഈ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ ടെൻസർ കുറച്ചുകൂടെ ബെറ്ററാണ്. പൊതുവെ പിക്സലിൽ അതുകൊണ്ട് തന്നെയാണ് ഇമേജിനൊക്കെ ഒരു ഒരു നല്ല ഇമേജ് പിക്സൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്, അത് അങ്ങനെ പ്രോസസ്സ് ആവുന്നതുകൊണ്ടാണ്. നിങ്ങൾ കൂടുതൽ പേരും പ്രൊസസ്സേഴ്സ് എന്ന് തന്നെയായിരിക്കും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത്. എന്നാൽ ചിലരെങ്കിലും SOC എന്ന് പറയുന്ന ഒരു ടൈം കേട്ടിട്ടുണ്ടാവും. അതെന്താണെന്നറിയാമോ? SOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ എ ചിപ്പ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഈ സിസ്റ്റം ഓൺ എ ചിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് മൾട്ടിപ്പിൾ കമ്പോണൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ ചിപ്പായിട്ടാണ് നമ്മുടെ ഫോണിലൊക്കെ ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ CPU, GPU, NPU, അതുപോലെ തന്നെ ISP, ഇങ്ങനെയുള്ള പല കമ്പോണൻസും ഒരു സിംഗിൾ ചിപ്പിലാണ് നമ്മുടെ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർ എഫിഷ്യൻ്റ് ആയിട്ട് ആയിരിക്കും ആ ചിപ്പ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോണിലൊക്കെ
ചെറിയ മദർ ബോർഡായിരിക്കും. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു കോമ്പാക്റ്റ് ഡിസൈനിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ SoC എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ CPU GPU എന്നൊക്കെ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ റീസെൻ്റായിട്ട് ചിലരെങ്കിലും കേട്ടിരിക്കാൻ സാധ്യതയുള്ളൊരു ടൈമാണ് NPU എന്നുള്ളത്. NPU എന്ന് പറയുന്നത് ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ലേണിംഗ് ടാസ്കുകൾ അതുപോലെ തന്നെ AI റിലേറ്റഡ് ടാസ്കുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന പ്രോസസ്സേഴ്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പഴയ പ്രോസസ്സേഴ്സിലൊന്നും NPUs അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സേഴ്സിലെല്ലാം NPUs ഇൻക്ലൂഡഡ് ആണ്. ഈ CPUസിനോ അല്ലെങ്കിൽ GPUസിനോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും എഫിഷ്യൻ്റ് ആയിട്ട് AI റിലേറ്റഡ് ടാസ്കുകളെ NPUസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഈ ഇമേജ് റെക്കഗ്നീഷൻ അതുപോലെ തന്നെ വോയിസ് മാച്ചിങ് അങ്ങനെയുള്ള പല AI ടാസ്കുകളും ഹാൻഡിൽ ചെയ്യുന്നത് NPUs ആയിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ആപ്പിൾ ഇൻ്റലിജൻസ് ഒക്കെ റൺ ചെയ്യണമെങ്കിൽ NPUs ഉള്ള പ്രോസസ്സേഴ്സിന് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം NPU എന്ന് പറയുന്നത് ഇതാണ് AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ടാസ്കുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. നിങ്ങൾ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. കേട്ടില്ലെങ്കിൽ TSMC എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് രണ്ട് സെയിം ആണ്. ഈ പല വീഡിയോസോ അല്ലെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ റിവ്യൂസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ് TSMC പ്രോസസ്സർ അല്ലെങ്കിൽ TSMC എന്നൊക്കെ ഉള്ളത്. ഈ TSMC എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിൽ ലീഡിങ് ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അതായത് ഈ പ്രോസസ്സേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി. അവരാണ് ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സേഴ്സും ആപ്പിളിൻ്റെ A സീരീസ് പ്രോസസ്സേഴ്സും മീഡിയാടെക്കിൻ്റെ പ്രോസസ്സേഴ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉള്ളതിൽ ലീഡിങ് ആയിട്ടുള്ളത് അവർ തന്നെയാണ്. അവരാണ് ഈ പറഞ്ഞ 5nm പ്രോസസ്സ് 3nm പ്രോസസ്സൊക്കെ ആദ്യം കൊണ്ടുവന്നത്. ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/100 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇത് 1/1000 മീറ്റർ ആണ് നാനോമീറ്റർ എന്ന് പറയുന്നത്. അത്ര ചെറിയ യൂണിറ്റ് ആണ്. ഇത് പ്രോസസ്സേഴ്സിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഈ യൂണിറ്റ്സിലൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ NM എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ 3nm പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് കുറേ ട്രാൻസിസ്റ്റേഴ്സ് കൂടുന്ന ഒരു പാർട്ടിനെയാണ് ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള ഒരു പ്രോസസ്സറിൻ്റെ സൈസാണ് ഈ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഈ 3nm അല്ലെങ്കിൽ 4nm എന്നൊക്കെ പറയുന്നത്. 3nm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നാനോമീറ്റർ അതിൻ്റെ അകത്തുള്ള ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര സൈസ് കുറയുന്നോ അത്ര അധികം ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് ഒരു ചിപ്പിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര അധികം ട്രാൻസിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പെർഫോമൻസ് കൂടും. ചുരുക്കി പറഞ്ഞാൽ ഈ 3nm 4nm എന്നൊക്കെ പറയുന്നതിൽ ഏറ്റവും കുറച്ച് വരുന്നത് ഏതാണോ, ഇപ്പോൾ 4nmനേക്കാളും പവർഫുൾ ആയിരിക്കും 3nm പ്രോസസ്സർ എന്ന് പറയുന്നത്. അതായത് നാനോമീറ്റർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ നാനോമീറ്ററിൽ വരുന്ന പ്രോസസ്സർ ആയിരിക്കും ഏറ്റവും നല്ല പ്രോസസ്സർ. ഞങ്ങൾ ഈ റാമിനെ പറ്റിയുള്ള വീഡിയോയും അതുപോലെ തന്നെ പ്രോസസ്സേഴ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരു പുതിയ സ്മാർട്ട് ഫോൺ എടുക്കാൻ പോകുന്ന ടൈമിൽ അതിൻ്റെ ബ്രാൻഡോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റോ മാത്രം നോക്കിയിട്ട് പോയി ഒരു ഫോൺ എടുക്കാതെ ഇങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസ് കൂടെ നോക്കിയിട്ട് എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഇങ്ങനത്തുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതിൽ തന്നെ പ്രോസസ്സർ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ പ്രോസസ്സേഴ്സിൽ നിങ്ങളൊരു പുതിയ ഫോൺ എടുക്കുമ്പോൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സേഴ്സ്, അതായത് നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 8 സീരീസ് പ്രോസസ്സേഴ്സ് അതുപോലെ തന്നെ ആപ്പിളിൻ്റെ A സീരീസ് പ്രോസസ്സേഴ്സ് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 9300 ഒക്കെ പോലുള്ള ഇപ്പോൾ ഉള്ളതിൽ ടോപ്പിൽ വരുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സേഴ്സ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾ നോക്കുക. പെർഫോമൻസ് ആണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ. ഇനി അതല്ല ബഡ്ജറ്റാണ് നോക്കുന്നതെന്നുണ്ടെങ്കിലും അതിലും ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗണോ മീഡിയാടെക്കോ ഒക്കെ തന്നെ നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക. ആപ്പിളിൻ്റെ കാര്യം ഞാൻ പറയാത്തത്, ആപ്പിളിന് ബഡ്ജറ്റ് ഇല്ല, അതുകൊണ്ട് പിന്നെ ബഡ്ജറ്റിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ സോഫ്റ്റ്വെയർ പെർഫോമൻസ് നമ്മളൊരു പ്രോസസ്സറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അതുകൂടെ പറയേണ്ടതായിട്ടുണ്ട്. അതായത് നല്ലൊരു പ്രോസസ്സർ ഉണ്ടെങ്കിലും നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സറിൻ്റെ ഫുൾ കേപ്പബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടോപ്പ് വരുന്ന ആപ്പിൾ തന്നെയാണ്. iOS അത്ര സീംലെസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വോയിസാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒക്കെ നോക്കുക. ആപ്പിളിൻ്റെ iOS ഒക്കെ ആയിരിക്കും നല്ല സോഫ്റ്റ്വെയർ. ആൻഡ്രോയിഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സാംസങ് അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന നത്തിങ് OS അങ്ങനെയൊക്കെയുള്ള OSകൾ നല്ല സീംലെസ് ആയിട്ട് പ്രോസസ്സേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് നോക്കുക. ഇപ്പോൾ സാംസങ്ങിൻ്റെ S24 സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ S24 അതുപോലെ തന്നെ S24 Plus എന്നുള്ള 2 മോഡൽസ് ഉണ്ട്. then ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ ഐഫോൺ 15, 15 പ്ലസ്, 14, 14 പ്ലസ് ഇങ്ങനെയുള്ള ഒരു പ്ലസ് വെർഷനും കൂടെ ഇവരൊക്കെ ലോഞ്ച് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ചിപ്സെറ്റ് വെച്ചിട്ടായിരിക്കും ഈ 2 ഫോണുകളും വരുന്നത്. S24, S24 പ്ലസ് എടുത്താലും സെയിം ചിപ്സെറ്റ് ആയിരിക്കും, പക്ഷേ ബാറ്ററി കപ്പാസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു നല്ല പ്രോസസ്സർ ബാറ്ററി നല്ല രീതിക്ക് ഡ്രെയിൻ ചെയ്യും. അപ്പോൾ ബാറ്ററിയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ നല്ല ബാറ്ററി കപ്പാസിറ്റിയും കൂടെയുള്ള ഫോൺസ് ചൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഈ ബാറ്ററിയും പെർഫോമൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരു ആവറേജ് ലെവലിലാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള പല പ്രോസസ്സേഴ്സും ഉണ്ട്. അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ 7 സീരീസ് പ്രോസസ്സേഴ്സ് ഉണ്ട്, മീഡിയടെക്കിൻ്റെ 7200, 7300, 7050, 7060 അങ്ങനെ ഒരുപാട് പ്രോസസ്സേഴ്സ് ഉണ്ട്. ഇതുവരെ വളരെ ശരിയാണ്. അഗെയിൻ ആപ്പിളിൻ്റെ A സീരീസ് ഞാനിവിടെ പറയുന്നില്ല, കാര്യം നിങ്ങൾക്കറിയാം, ആപ്പിൾ മിഡ് റേഞ്ചിലും ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട വേറൊരു കാര്യമാണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റ് നോക്കുന്നവരോടാണ് പറയുന്നത്, ഒരുപാട് പഴയ പ്രോസസ്സേഴ്സ് വെച്ച് വരുന്ന ഫോണുകളൊന്നും പോയി എടുക്കാതിരിക്കുക. ഈ സ്നാപ്ഡ്രാഗണിൻ്റെ 695 ഒക്കെ വെച്ച് ഫോൺ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്, അത് വെച്ച് എത്ര ഫോൺ ഇറങ്ങിയെന്ന് സ്നാപ്ഡ്രാഗൺ ഒരു പിടിയില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സേഴ്സിൻ്റെ ഒക്കെ പുറകെ ഇനി പോകാതിരിക്കുക, കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോസസ്സേഴ്സിൽ വരുന്ന ഫോൺ തന്നെ നോക്കുക. ബഡ്ജറ്റിലാണെങ്കിലും ഒരുപാട് പഴയ പ്രോസസ്സേഴ്സിൻ്റെ പുറകെ പോകാതിരിക്കുക. അതുപോലെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നിങ്ങളൊരു പുതിയ ഫോൺ എടുക്കാൻ നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് പ്രോസസ്സേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് റാങ്കിങ് അറിയണമെന്നുണ്ടെങ്കിലോ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, nanoreview.net എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് രണ്ട് പ്രോസസ്സേഴ്സിനെ തമ്മിൽ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ പ്രോസസ്സറിൻ്റെ പെർഫോമൻസിൻ്റെ റാങ്കിങ് ഒരു ലിസ്റ്റ് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ളൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.